അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ സഹോദരങ്ങളെ, റമളാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മാസമല്ല. ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന്, പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ലോക സ്രഷ്ടാവായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് റമളാനിലെ രാവും പകലും അർത്ഥവത്താക്കുന്ന ആത്മീയ കാലമാണ് റമളാൻ. ഇതേ റമളാനിലായിരുന്നു മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ദിവ്യ വെളിപാടുകൾ ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ച ആ മഹത്തായ നിമിഷം അറിയിച്ചു തരുന്ന ദിവ്യ സന്ദേശത്തിൻ്റെ ആരംഭ ചരിത്രം നമുക്ക് ചർച്ച ചെയ്യാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൗത്യം അവൻ്റെ പ്രവാചകന്മാരെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ ആ ജനതയിൽ മുമ്പേ പ്രത്യക്ഷപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ സമയമെടുത്തപ്പോൾ അറേബ്യയുടെ മണ്ണിൽ ഒരു പ്രതീക്ഷ നിറഞ്ഞു നിന്ന സാഹചര്യം നിലനിന്നിരുന്നു. അറേബ്യയിലേക്ക് ഒരു നബി വരാനുണ്ട് എന്ന ചർച്ച പല ആളുകളിലും പ്രകടമായിരുന്നു. അതാകട്ടെ ഒരു കെട്ടുകഥയായിട്ടല്ല അവർ പ്രചരിപ്പിച്ചത്. വേദഗ്രന്ഥങ്ങൾ കൈവശമുണ്ടായിരുന്ന യഹൂദരും ക്രൈസ്തവരും തങ്ങളുടെ കൈകളിലുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത് അറിഞ്ഞവരായിരുന്നു. ആ പ്രവാചകൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളായിരുന്നു അവർ. പ്രത്യേകിച്ച് മദീനയിലെ ജൂതന്മാരായ ആളുകൾ. അവർ അവരുടെ കൈകളിലുള്ള തൗറാത്തിലെ വിവരണങ്ങൾ നോക്കിക്കൊണ്ട് വരാനിരിക്കുന്ന പ്രവാചകൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ ആളുകളായിരുന്നു. ഷാമിൽ നിന്നും മദീനയിലേക്ക് പ്രവാചക നിയോഗത്തിന് മുമ്പ് വന്ന ഒരു യഹൂദ പണ്ഡിതനാണ് ഇബ്നുൽ ഹൈബാൻ. അദ്ദേഹം തൻ്റെ സമൂഹത്തോട് പറഞ്ഞിരുന്നു, ഒരു പ്രവാചകൻ ഉടനെ പ്രത്യക്ഷപ്പെടാനുണ്ട്. ആ പ്രവാചകനെ പിന്തുടരാനാണ് ഞാൻ ഈ മദീനയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ജൂതന്മാരെ ആ പ്രവാചകനെ പിന്തുടരാൻ ക്ഷണിക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദഗ്രന്ഥത്തിലെ പ്രവാചക നിയോഗത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ആ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞിട്ടും അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ പ്രവാചകനെ പിൻപറ്റാൻ സിംഹഭാഗം വരുന്ന ജൂത വിഭാഗത്തിനും സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു ചരിത്രമാണ്. അതുപോലെ പേർഷ്യയിൽ നിന്നും സത്യമതത്തെ അന്വേഷിച്ചിറങ്ങിയ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പല രാജ്യങ്ങളും കടന്നുകൊണ്ട് ഷാമിൽ താമസിക്കുകയും അവിടെയുള്ള പുരോഹിതന്മാരിലൂടെ അറേബ്യയിൽ ഒരു നബി വരാനിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഈ വിവരമാണ് അദ്ദേഹത്തെ ഹിജാസിലേക്ക് നയിച്ചതും പിന്നീട് മദീനയിൽ എത്തിപ്പെടാൻ കാരണമാക്കിയതും. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണുകയും താൻ പുരോഹിതന്മാരിലൂടെ മനസ്സിലാക്കിയ പ്രവാചക ലക്ഷണങ്ങൾ പരിശോധിക്കുകയും എന്നിട്ട് ആ സത്യം തിരിച്ചറിയുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഈ വിവരങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയിക്കുന്നത് പ്രവാചകൻ്റെ വരവ് ഒരു അപ്രതീക്ഷിത സംഭവമല്ല, മറിച്ച് സത്യമന്വേഷിച്ചിറങ്ങിയ ആളുകൾ കാത്തിരുന്ന ഒരു ചരിത്ര സത്യമാണ് പ്രവാചകൻ്റെ നിയോഗം. പൂർവകാല വേദഗ്രന്ഥങ്ങൾ പഠിച്ചവർക്ക് മാത്രമല്ല, ആ ഗ്രന്ഥങ്ങളെ അറിയാത്ത സാധാരണ മനുഷ്യർക്ക് പോലും ആ കാലഘട്ടത്തിൽ ചില അസാധാരണമായ സൂചനകൾ അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ആ കാലഘട്ടം ഒരു ശൂന്യതയുടെ കാലഘട്ടമായിരുന്നു. അത് വെറും ചില രാഷ്ട്രീയ അസ്ഥിരതയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള സാമൂഹിക സംഘർഷമോ ആയിരുന്നില്ല. അതൊരു ആത്മീയ ശൂന്യതയായിരുന്നു. വിഗ്രഹാരാധന ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറ്റിയ ആളുകൾ, ശക്തന്മാർ ദുർബലരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം, പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരതകൾ, മദ്യപാനം, അനാചാരം, പ്രതികാര സംസ്കാരം, ഇതൊക്കെ ആ സമൂഹത്തിൻ്റെ ഒരു പതിവ് സ്വഭാവമായി മാറിയ കാലമായിരുന്നു അത്. മനുഷ്യന് ബുദ്ധിയുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കൃത്യമായ ദിശയില്ലായിരുന്നു. മനുഷ്യർക്ക് ഹൃദയമുണ്ടായിരുന്നു, പക്ഷേ ആ ഹൃദയത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചുരുക്കം ചില ആളുകൾ അവർ വേദഗ്രന്ഥങ്ങൾ അറിയാത്തവരാണ്, അവർ ചിന്തിക്കാൻ തുടങ്ങി.
ഇത് തന്നെയാണോ നമ്മുടെ ജീവിതം? സത്യമായൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാണോ? അങ്ങനെ അവരിൽ നിന്ന് ചില ആളുകൾ അവർ വിഗ്രഹാരാധനയിൽ നിന്ന് മാറി നിന്നു. ചിലർ ശൂന്യതയുടെ വേദന അനുഭവിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ ദാഹമായിരുന്നു, മാർഗദർശനത്തിനുള്ള ദാഹം. ചരിത്രത്തിൽ പലപ്പോഴും കാണുന്ന ഒരു സത്യമാണ് ഇരുട്ട് ഏറ്റവും കനത്താൽ വെളിച്ചം ഉദിക്കുമെന്നുള്ളത്. രാത്രി അതിൻ്റെ അഗാധതയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പുലരിയുടെ അരികിലാണ് എന്നത്. മനുഷ്യർ നൈതികമായി തകരുകയും അവർക്ക് ദിവ്യമായ ഒരു മാർഗദർശനം ആവശ്യമാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് ആ ആത്മീയ ശൂന്യതയുടെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാസനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി നിയോഗിക്കുന്നത്. ഇത് വെറും ഒരു ചരിത്രമല്ല, ദൈവികമായ ഒരു ചര്യയുടെ തുടർച്ചയാണ്. ഇരുട്ട് കനക്കുമ്പോൾ അത് വെളിച്ചത്തിൻ്റെ തുടക്കമാകാൻ സാധ്യതയുള്ള നിമിഷമാണ്. കാരണം വെളിച്ചം അനാവശ്യമായ സ്ഥലത്തല്ല ഉദിക്കുക, അത് ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്താണ് ഉദിക്കുന്നത്. മക്കയിലെ ആ ആത്മീയ ഇരുട്ടിനിടയിൽ അന്ന് തെളിഞ്ഞ ആ വെളിച്ചം ഇന്നും ലോകത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് നഗ്നമായ സത്യമാണ്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ നൈതിക തകരുകയും വിഗ്രഹാരാധന അതിരുകടക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ ആ ദൃശ്യങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ പോലും അസ്വസ്ഥനാക്കും എന്നതാണ് സത്യം. എങ്കിൽ സത്യത്തിൻ്റെ പ്രകാശം നിറഞ്ഞ ഒരു ഹൃദയം അതിന് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകാന്തവാസം കൂടുതൽ പ്രിയങ്കരമായി. അത് മനുഷ്യരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് പ്രപഞ്ച സത്യം അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. അവിടുത്തെ ഹൃദയം ശാന്തത തേടുകയും മക്കയുടെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഹിറാ ഗുഹയിൽ പോയി ഇരുന്നു കൊണ്ട് അധികം സമയം ചിലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹിറാ ഗുഹയിൽ വിഗ്രഹങ്ങളില്ലായിരുന്നു. ഹിറാ ഗുഹയിൽ വിപണിയുടെ കോലാഹല ശബ്ദമില്ലായിരുന്നു. ഹിറാ ഗുഹയിൽ അനീതിയുടെ വിളംബരങ്ങളില്ലായിരുന്നു, ആഘോഷങ്ങളില്ലായിരുന്നു. അവിടെയുള്ളത് നിശബ്ദത മാത്രം. പുറത്ത് കണ്ണോടിച്ചാൽ കാണുന്നത് ആകാശം മാത്രം, സ്രഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവം. ആ ആകാശത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം ചിന്തിച്ചു. രാത്രിയിൽ നക്ഷത്രങ്ങളുടെ ക്രമസമൂഹം നിരീക്ഷിച്ചു. പർവ്വതങ്ങളുടെ സ്ഥിരതയെക്കുറിച്ച് ആലോചിച്ചു. മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കുമെന്ന കാര്യം സ്വസ്ഥമായി അന്വേഷിച്ചു. ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് അവിടുത്തെ ഹൃദയം ഉറപ്പിച്ചു. സൃഷ്ടിയായ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഇത് വെറും പ്രകൃതി നിരീക്ഷണമല്ലായിരുന്നു, മറിച്ച് അതൊരു ഹൃദയത്തിൻ്റെ യഥാർത്ഥ അന്വേഷണമായിരുന്നു. ഹിറാ ഗുഹയിലെ നിമിഷങ്ങൾ സാധാരണ നമ്മൾ കേട്ടുവരുന്നത് പോലെയുള്ള ഒരു ധ്യാനം മാത്രമല്ല, പ്രവാചകനെ തേടിയെത്താനിരിക്കുന്ന ദിവ്യ സന്ദേശത്തിൻ്റെ വരവിന് മുമ്പുള്ള വ്യക്തമായ ഒരു മാനസിക മുന്നൊരുക്കമായിരുന്നു അത്. പടച്ച തമ്പുരാൻ തൻ്റെ അടിമകളെ ഒരു ദൗത്യമേൽപ്പിക്കുമ്പോൾ ആ ദൗത്യത്തിന് യോഗ്യമായ ഹൃദയം ആദ്യം രൂപപ്പെടുത്തും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഹിറാ ഗുഹ എന്ന് പറയുന്നത് അതൊരു സ്ഥലം മാത്രമല്ല, അത് അദ്ദേഹത്തിന് ഒരു പരിശീലന ശാലയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമായത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ബലവും ഉറപ്പുമുള്ളതായത്. ഒരു ആത്മാവ് ദിവ്യ സന്ദേശം സ്വീകരിക്കാൻ പാകപ്പെട്ടത് അവിടെ നിന്നായിരുന്നു. സഹോദരങ്ങളെ, വലിയ വലിയ മാറ്റങ്ങൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നല്ല ജനിക്കാറുള്ളത്. അവ ആദ്യം പിറവിയെടുക്കുന്നത് നിശബ്ദതയിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന്, ചിന്തയിൽ നിന്നാണ്. ലോകത്തെ മാറ്റാൻ പോകുന്ന സന്ദേശം ഇവിടെയും ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ, ഹിറാ ഗുഹയിലെ ആ ഏകാന്തവാസത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു. മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ച വെളിച്ചത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ആ ഏകാന്തവാസമായിരുന്നു. അതാകട്ടെ ഒരൊറ്റ നിമിഷം കൊണ്ട് സംഭവിച്ച ഒന്നല്ല, ദീർഘമായ ഒരു മുന്നൊരുക്കത്തിൻ്റെ ആത്മീയമായ ഒരു ഫലമായിരുന്നു അത്. അതിൻ്റെ ഭാഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിറാ ഗുഹയിലെ താമസം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത്. മക്കയുടെ കോലാഹലത്തിൽ നിന്ന് അകന്നു നിന്ന്, വിഗ്രഹാരാധനയും അനീതികളും നിറഞ്ഞ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ശാന്തമായ ആ ഗുഹയിൽ അദ്ദേഹം ആത്മവിചാരത്തിൽ മുഴുകി. അതൊരു സാധാരണ ഏകാന്തവാസമല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന ആത്മീയ ഉത്തരവാദിത്വത്തിലേക്ക് അദ്ദേഹത്തെ തയ്യാറാക്കി എടുക്കുകയായിരുന്നു. ഹിറാ ഗുഹയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് എന്തായിരുന്നു?
അള്ളാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ആരാധനകൾ ചെയ്തിരുന്നു. സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുകയും ആകാശത്തെയും ഭൂമിയെയും നിരീക്ഷിക്കുകയും മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ഹിറ ഗുഹയിൽ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം ഉറപ്പിച്ചിരുന്നു, ഈ പ്രപഞ്ചവും അതിലുള്ളതും നിരർത്ഥകമായി സൃഷ്ടിക്കാൻ സാധ്യത ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, സർവജ്ഞനായ പടച്ച തമ്പുരാൻ. അവിടുത്തെ ഹൃദയം ഇതിനകം തന്നെ തൗഹീദിൻ്റെ പ്രകാശത്തിലേക്ക് ഏറെ ചാഞ്ഞിരുന്നു. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ ജീവിതം രാത്രി നമസ്കാരത്തിലൂടെ മുന്നേറിയിരുന്നു. ലോകമുറങ്ങുമ്പോൾ മഹാനായ ആ പ്രവാചകൻ തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി നിന്ന് നമസ്കരിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമായ സൂറത്ത് ഇസ്രായിലെ 79-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നുണ്ട്, വ മിനൽ ലൈലി ഫതഹജ്ജുദ ബിഹി നാഫിലതൻ ലക. രാത്രിയിൽ നിന്നും അല്പസമയം അതുമായി നീ തഹജ്ജുദ് നമസ്കാരം, അഥവാ രാത്രിയിൽ അല്പമെങ്കിലും ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് ചെയ്യപ്പെടുന്ന നമസ്കാരം, നീ അത് നിർവഹിച്ചു കൊള്ളുക എന്ന്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നിനക്ക് നിർബന്ധത്തിന് പുറകെ കൂടുതലായുള്ള ഒരു കാര്യം ഐച്ഛികമെന്ന നിലക്ക് നിർവഹിക്കുക. നിൻ്റെ റബ്ബ് നിന്നെ സ്തുതിക്കപ്പെടുന്നതായ ഒരു സ്ഥാനത്ത് എഴുന്നേൽപ്പിച്ച് തന്നേക്കാം. ആ സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് പ്രവാചകനെ എത്തിക്കാനുള്ള ആത്മീയമായ ആദ്യത്തെ പരിശീലനം അത് ഹിറാ ഗുഹയിൽ നിന്നും ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവില്ല. പ്രവാചകൻ്റെ മഹത്വം വെറും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കൈമാറുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. രാത്രിയുടെ നിശബ്ദതയിൽ തൻ്റെ നാഥനെ ധാരാളം സ്മരിച്ചുകൊണ്ട് ആ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭക്തിപുരസ്സരമായ ഹൃദയ സമർപ്പണം അത് പ്രവാചകൻ്റെ പ്രത്യേകതയാണ്. ഹിറാ ഗുഹയിലെ ഏകാന്തവാസം അതിനെല്ലാം ആ പ്രവാചകനെ പ്രാപ്തനാക്കിയിരുന്നു. ആദ്യം ഹിറാ ഗുഹയിലെ ധ്യാനം, അതിനുശേഷമാണ് ലോകത്തിൻ്റെ മധ്യത്തിലേക്ക് സന്ദേശമായിക്കൊണ്ട് അദ്ദേഹം കടന്നു വരുന്നത്. അതായത് ലോകത്തിന് വെളിച്ചം നൽകുന്നതിന് മുമ്പ് ആദ്യം സ്വന്തത്തിൽ പ്രകാശം നിറച്ചു. ദിവ്യ സന്ദേശം സ്വീകരിച്ച അവിടുത്തെ ഹൃദയം രാത്രിയിലെ നിശബ്ദതയിൽ വളർന്നു പാകപ്പെട്ട ഒരു ഹൃദയമാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ദിവ്യ സന്ദേശം ലഭിക്കുന്നതിൻ്റെ ആദ്യ നിമിഷം തന്നെ എന്നാണ് അതിനുള്ള മറുപടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർത്തിയായ സമയത്ത് ഒരു റമളാൻ മാസത്തിൽ പതിവ് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ പ്രാവശ്യം ലോകചരിത്രം മാറാനിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ശാന്തമായ ഗുഹയിൽ ലോകത്തെ പ്രകാശിപ്പിക്കാനിരിക്കുന്ന ഒരു വെളിച്ചം തെളിഞ്ഞു വന്നു. ആ വെളിച്ചമാകട്ടെ വെറും വ്യക്തിപരമായ ഒരു ആത്മീയ അനുഭവമല്ല, മറിച്ച് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കാരുണ്യമായി അയക്കപ്പെട്ട ഒരു മഹാനായ പ്രവാചകൻ്റെ നിയോഗ നിമിഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പ്രഖ്യാപിച്ച വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായമായ സൂറത്ത് അംബിയയിലെ 107-ാമത്തെ സൂക്തം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അന്ത്യപ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകർക്കെല്ലാം മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ്. ഇങ്ങനെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെടാൻ പോകുന്ന ആ പ്രവാചകൻ്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ ചരിത്രം 2 ഭാഗങ്ങളായി തിരിയുകയാണ്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം. രണ്ടാമത്തേത് ദിവ്യ സന്ദേശം ലഭിക്കുന്നതിന് ശേഷമുള്ള കാലഘട്ടം. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നത് അതിന് തുടക്കം സംഭവിച്ചത് ഒരു റമളാൻ മാസത്തിലായിരുന്നു. അതും ഒരു തിങ്കളാഴ്ച ദിവസം. ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യർക്ക് സന്മാർഗദർശകമായും മാർഗദർശനവും സത്യാസത്യ വിവേചനവുമാകുന്ന വ്യക്തമായ തെളിവുകളായും കൊണ്ട് റമളാൻ മാസം
ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മാസമാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇതൊരു യാദൃശ്ചികമല്ല. സഹോദരങ്ങളെ, ഇത് വെറും യാദൃശ്ചികമല്ല. മനുഷ്യരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന മാസത്തിൽ ഹൃദയങ്ങളെ നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കുകയായിരുന്നു. അതും ഒരു തിങ്കളാഴ്ച ദിവസമാണ് സംഭവിക്കുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ തിങ്കളാഴ്ചയും അവിടുന്ന് നോമ്പെടുക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് അതിന് മറുപടി പറഞ്ഞത്, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് എന്നാണ്. ആ ദിവസമാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് എന്നാണ്. ആ ദിവസമാണ് എനിക്ക് ആദ്യമായി വഹി ഇറങ്ങിയത്, അഥവാ ദിവ്യ സന്ദേശം ആദ്യമായി ലഭിച്ചത് ഈ തിങ്കളാഴ്ച ദിവസമാണ് എന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. തിങ്കളാഴ്ച ദിവസം അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചു. തിങ്കളാഴ്ച ദിവസം അദ്ദേഹത്തിന് ദിവ്യ സന്ദേശം ലഭിക്കുന്നതിന് തുടക്കമുണ്ടായി. അതുകൊണ്ടാണ് ആ ദിവസത്തോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ആത്മീയ ബന്ധമുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ആ ദിവസം അദ്ദേഹം ആഘോഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് അതിനുള്ള നന്ദി എന്നോണം നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്തെടുക്കുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. സഹോദരങ്ങളെ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ്റെ അനുചരനായ അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 40-ാം വയസ്സിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. മക്കയിൽ 13 വർഷം ദൈവിക വെളിപാടുകൾ ലഭിച്ച അവസ്ഥയിൽ അദ്ദേഹം ജീവിച്ചു. ശേഷം മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള കൽപ്പന ലഭിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിലും അദ്ദേഹം ജീവിച്ചു. 63-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംക്ഷിപ്ത വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരു മഹാസാഗരമാണ്. മക്കയിലെ പീഡനങ്ങൾ, മദീനയിലെ ഉത്തരവാദിത്തങ്ങൾ, സാമൂഹികമായ പരിവർത്തനങ്ങൾ, അങ്ങനെ ദൈവികമായ നിയമത്തിൻ്റെ അടിത്തറയിൽ ഒരു സമൂഹത്തെ വാർത്തെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ജീവിത ചരിത്രത്തിലെ പ്രാരംഭ അധ്യായം കുറിക്കുന്നത് അത് ഹിറാ ഗുഹയിൽ വെച്ചാണ്. 40-ാം വയസ്സ് അത് പക്വതയുടെ വയസ്സാണ്. റമളാൻ മാസം അത് ആത്മശുദ്ധിയുടെ മാസമാണ്. തിങ്കളാഴ്ച ദിവസം ഹിറാ ഗുഹയിൽ ആ ദിവ്യ സന്ദേശത്തിൻ്റെ വാതിൽ തുറന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദിവ്യ സന്ദേശം ലഭിച്ചതിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉറക്കത്തിലുള്ള നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യ വെളിപാടുകളുടെ തുടക്കം. അവിടുന്ന് ഏതൊരു സ്വപ്നം കണ്ടാലും പ്രഭാതം പോലെ അത് വെളിപ്പെടാറുണ്ടായിരുന്നു. ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമായി തോന്നി. അങ്ങനെ അദ്ദേഹം ഹിറാ ഗുഹയിൽ പോയി ഇരിക്കാൻ തുടങ്ങി. അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് രാത്രികളിൽ അദ്ദേഹം ആരാധനകളിൽ മുഴുകി. അവിടെ നിന്ന് തൻ്റെ ഭാര്യയായ ഖദീജയുടെ അടുക്കലേക്ക് മടങ്ങുകയും വീണ്ടും അങ്ങോട്ട് ആവശ്യമായ യാത്രാസന്നാഹങ്ങൾ എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് ഹിറാ ഗുഹയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് സത്യം കടന്നു വരുന്നത്. ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, വായിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. അപ്പോൾ മലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കുകയും ശക്തമായി ഞെരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പ്രയാസം അനുഭവപ്പെട്ടു. ശേഷം അദ്ദേഹത്തെ വിടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും മലക്ക് പറഞ്ഞു, വായിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. രണ്ടാമതും മലക്ക് അദ്ദേഹത്തെ പിടിക്കുകയും ശക്തമായി ഞെരിക്കുകയും ശേഷം അദ്ദേഹത്തെ വിടുകയും ചെയ്തു. വീണ്ടും മലക്ക് പറഞ്ഞു, വായിക്കുക. അപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. അങ്ങനെ മൂന്നാമതും മലക്ക് അദ്ദേഹത്തെ പിടിക്കുകയും ഞെരിക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തെ വിട്ടു. എന്നിട്ട് മലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്രകാരം ഓതിക്കൊടുത്തു, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റഉ വറബ്ബുക്കൽ അക്രം, നീ വായിക്കുക, നിൻ്റെ റബ്ബ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അവൻ.
അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ഹൃദയം പിടക്കുന്ന അവസ്ഥയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും മടങ്ങി. എന്നിട്ട് തൻ്റെ ഇണയായ ഖദീജ ബിൻത് ഖുവൈലിദിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് പുതച്ചുത. അന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭയം നീങ്ങിപ്പോകുന്നത് വരെ ആ മഹദി അവർക്ക് പുതച്ചു കൊടുത്തു. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയം തോന്നുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, അള്ളാഹു ആണ് സത്യം. അള്ളാഹു ഒരിക്കലും നിങ്ങൾ അപമാനിക്കുകയില്ല. നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, ഭാരം വഹിക്കുന്ന വ്യക്തിയാണ്, നിരാലംബരെ സഹായിക്കുന്ന വ്യക്തിത്വമാണ്, അതിഥികളെ സൽക്കരിക്കുന്ന വ്യക്തിയാണ്, സത്യമാർഗത്തിൽ ആരെയും സഹായിക്കുന്ന ആളാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് തൻ്റെ പിതൃവ്യപുത്രനായ വറക്കത്ത് ബിൻ നൗഫൽ എന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് പോയി. ജാഹിലിയ കാലഘട്ടത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇഞ്ചീലിൻ്റെ വചനങ്ങൾ ഇബ്രാനി ഭാഷയിൽ അദ്ദേഹം എഴുതുമായിരുന്നു. അന്ധത ബാധിച്ച പ്രായം ചെന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരപുത്രനിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കണം. അന്നേരം വറക്കത്ത് ബിൻ നൗഫൽ ചോദിച്ചു, എന്താണ് വിഷയം, എന്താണ് പറയാനുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ കണ്ട കാര്യങ്ങളെല്ലാം അവിടത്തേക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മൂസായുടെ അടുക്കിലേക്ക് അള്ളാഹു നിയോഗിച്ച നാമൂസാകുന്നു താങ്കളുടെ അടുക്കിലേക്ക് വന്നത്. താങ്കളുടെ സമൂഹം താങ്കളെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എങ്കിൽ എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ സമൂഹം എന്നെ പുറത്താക്കുമെന്നാണോ അവിടുന്ന് പറയുന്നത്? വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ, താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള സത്യങ്ങൾ കൊണ്ടുവന്ന ഒരാൾക്കും ശത്രുക്കൾ ഇല്ലാതിരുന്നിട്ടില്ല. താങ്കളുടെ ആ സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും. അധികം വൈകാതെ വറക്കത്ത് ബിൻ നൗഫൽ മരണപ്പെട്ടു. അതിനുശേഷം കുറച്ചു കാലം ദിവ്യ വെളിപാടുകൾ നിലക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, വറക്കത്ത് ബിൻ നൗഫലിൻ്റെ ഉപദേശങ്ങൾ ഒരു പ്രവചന സമാനമാണ്. പ്രവാചക ദൗത്യത്തിൻ്റെ വഴി അത്ര എളുപ്പമല്ല എന്ന മുന്നറിയിപ്പ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പിന്തുണയും താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള സത്യങ്ങൾ കൊണ്ടുവന്ന ഒരാൾക്കും ശത്രുക്കൾ ഇല്ലാതിരുന്നിട്ടില്ല എന്ന ചരിത്ര സത്യവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ദൗത്യത്തിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ വറക്കത്ത് ബിൻ നൗഫൽ അധികം വൈകാതെ വിടവാങ്ങി. അതിനുശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ ദിവ്യ വെളിപാടുകൾ നിലച്ച അവസ്ഥയുണ്ടായി. അത് എന്തുകൊണ്ടായിരുന്നു? ആ ഇടവേളയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ ഈ പദ്ധതിയിൽ അതിന് എന്ത് സ്ഥാനമാണുള്ളത്? അതെല്ലാം ഇനി നമുക്ക് പരിശോധിക്കാനുള്ള അടുത്ത ചരിത്ര വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.